ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിന്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫിസിക്സിലെ മാറ്റത്തിന്റെ പൊരുൾ എന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുഞ്ഞ് പാഠഭാഗമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാം. സയൻസിൽ നമുക്ക് ഇനിയും ടോപ്പിക്സുകൾ കവർ ചെയ്യാനുണ്ട്. സോ സ്റ്റാർട്ട് ചെയ്യാം. മാറ്റത്തിന്റെ പൊരുൾ. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇലക്ട്രിക് പോസ്റ്റുകൾ കാണാം, ട്രാക്ടർ കാണാം. ദെൻ കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഒരാൾ മൈക്രോഫോണും വെച്ച് വണ്ടിയിൽ പോകുന്ന കാണാം, മോട്ടർ കാണാം, അങ്ങനെ പലതരത്തിലുള്ളത് കാണാം അല്ലേ. അപ്പം ഇവിടെ പലതരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ കണ്ടു. സോ എല്ലാറ്റിനും ഊർജം. പകൽ സമയത്ത് എല്ലാം കാണാൻ സൂര്യപ്രകാശം നമ്മെ സഹായിക്കുന്നു. പ്രകാശം ഒരു ഊർജ രൂപമാണല്ലോ. രാത്രി ഈ ആവശ്യത്തിന് നമ്മൾ വൈദ്യുതി ഉപയോഗിച്ച് പ്രകാശം ഉണ്ടാക്കുകയാണ്. ഭക്ഷണം പാകം ചെയ്യാൻ താപം ഉപയോഗിക്കുന്നു. ഫാൻ പ്രവർത്തിക്കാൻ വൈദ്യുതി ഊർജത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പം ഇവിടെയെല്ലാം നമ്മൾ വിവിധ തരത്തിലുള്ള ഊർജത്തെ നമ്മൾ ഉപയോഗിക്കുന്നു. സോ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ചിത്രത്തിൽ പലതരത്തിലുള്ള ഊർജങ്ങളുണ്ട്. അത് ഏതാണ് എന്ന് കണ്ടെത്താനാണ്. തുണി ഉണക്കുന്ന സമയത്ത് നമ്മൾ സൂര്യൻ്റെ താപോർജ്ജമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സൂര്യൻ്റെ താപോർജ്ജം. ബൾബുകൾ പ്രകാശിക്കുന്നത് വൈദ്യുതോർജ്ജം അല്ലെ, വൈദ്യുതോർജ്ജത്തിൽ നിന്നും താപോർജ്ജം ഉണ്ടാകുന്നു അല്ലെ, വൈദ്യുതിയിൽ നിന്നും താപോർജ്ജം ഉണ്ടാകുന്നു. ഉച്ചഭാഷിണിയിൽ ശബ്ദതരംഗങ്ങൾ ആ വൈദ്യുതി തരംഗങ്ങളായി മാറുന്നു അല്ലെ. ശബ്ദതരംഗങ്ങൾ ഉച്ചഭാഷിണിയിലൂടെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശബ്ദം കൊടുക്കുന്നു, അത് വൈദ്യുതി തരംഗമായി മാറുന്നു, അത് പിന്നെ വീണ്ടും ശബ്ദതരംഗമായിട്ട് മാറുന്നു. വൈദ്യുതി തരംഗങ്ങൾ ശബ്ദതരംഗങ്ങളായിട്ട് മാറുന്നു. താപം, വൈദ്യുതി, പ്രകാശം, ശബ്ദം എന്നിവയെല്ലാം വിവിധ ഊർജ രൂപങ്ങളാണ്. ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് പ്രകാശോർജം മാത്രമല്ല താപോർജം കൂടി കിട്ടുന്നുണ്ട് അല്ലെ. ബൾബിൽ തൊടുന്ന സമയത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അല്പനേരം പ്രകാശിപ്പിച്ച ശേഷം ഓഫാക്കിയ ബൾബിന്റെ ചില്ല് വിരൽ കൊണ്ട് ശ്രദ്ധാപൂർവം ഒന്ന് തൊട്ട് നോക്കൂ, നമുക്ക് ചൂട് കിട്ടുന്നുണ്ട് അല്ലേ. സോ ഇവിടെ ഊർജം, ബൾബ് പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതെല്ലാം ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്നുണ്ട്? താപോർജവും അതുപോലെ തന്നെ പ്രകാശോർജവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്നും വേണ്ടത് പ്രകാശോർജമാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഊർജ രൂപങ്ങൾ ഉണ്ടാകുന്ന വേറെയും സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നു. സോ നമുക്ക് അതിലേക്ക് പോകാം. ടോർച്ച് പ്രകാശിക്കുന്ന സമയത്ത് പ്രകാശ ഊർജവും ഉണ്ടാകുന്നു, താപോർജം ഉണ്ടാകുന്നു. നമുക്ക് ആവശ്യം പ്രകാശോർജം മാത്രമാണ്. മെഴുകുതിരി കത്തുന്ന സമയത്തും അതേപോലെ തന്നെയാണ്. അടുപ്പിൽ വിറക് കത്തുന്ന സമയത്ത് താപോർജവും പ്രകാശവും ഉണ്ടാകുന്നു. ഇവിടെ നമുക്ക് താപോർജമാണ് വേണ്ടത്. വൈദ്യുത ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് താപോർജവും ഉണ്ടാകുന്നു, പ്രകാശോർജവും ഉണ്ടാകുന്നു. നമുക്ക് പ്രകാശോർജം ആണ് വേണ്ടത്. പടക്കം പൊട്ടിക്കുന്ന സമയത്ത് ശബ്ദോർജം ഉണ്ടാകുന്നു, താപോർജം ഉണ്ടാകുന്നു. നമുക്ക് വേണ്ടത് ശബ്ദോർജമാണ്. മനസ്സിലായോ? അപ്പോൾ ഒരു പ്രവൃത്തിയിൽ തന്നെ രണ്ട് ഊർജങ്ങൾ റിലീസ് ചെയ്യാറുണ്ട്. അതിൽ മിക്കവാറും ഒരു ഊർജമാണ് നമുക്ക് ആവശ്യം വേണ്ടി വരുന്നത്. ഇനി വിവിധ തരത്തിലുള്ള ഊർജങ്ങൾ ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൂത്തിരി കത്തുന്നു, താപോർജവും പ്രകാശോർജവും ഉണ്ട്. നമുക്ക് പ്രകാശോർജമാണ് വേണ്ടത്. ദെൻ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെ ഊർജങ്ങൾ വരുന്നുണ്ട്? ഇത് ഒന്നിൽ കൂടുതൽ വരുന്ന സാധനമാണ് അല്ലേ. പൂത്തിരി കത്തുന്ന സമയത്ത് താപോർജം, ശബ്ദോർജം. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് യാന്ത്രികോർജം. മെഷീൻ ആയതുകൊണ്ട് യാന്ത്രികോർജമാണ് വരുന്നത് അല്ലേ, യാന്ത്രികോർജമാണ് വരുന്നത്. ദെൻ മോട്ടോർ സൈക്കിൾ ആണല്ലോ, മോട്ടർ. അപ്പോൾ മോട്ടർ പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ ഇന്ധനം കത്തുമ്പോൾ താപം വരും അല്ലെ, താപോർജവും അവിടെ വരുന്നുണ്ട്. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് യാന്ത്രികോർജം, വൈദ്യുതോർജം, ശബ്ദോർജം. ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ശബ്ദോർജം വരുന്നുണ്ട്. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്ന സമയത്ത് യാന്ത്രികോർജം, ദെൻ ഇലക്ട്രിക് അല്ലേ, അപ്പോൾ വൈദ്യുതി ഊർജം, പിന്നീട് ശബ്ദവും ഉണ്ടാവാറുണ്ട് അല്ലേ, അപ്പോൾ ശബ്ദോർജം. അങ്ങനെ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഊർജങ്ങളുള്ള വിവിധ തരത്തിലുള്ള ഊർജ രൂപങ്ങൾ വരുന്നുണ്ട്. മിക്സിയും. ഊർജം ഒരു രൂപത്തിൽ നിന്നും മറ്റു രൂപത്തിലേക്ക് മാറ്റാം. ഊർജം നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല, അത് ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിൽ. ഇപ്പോൾ വൈദ്യുതി ഊർജത്തെ നമുക്ക് എന്താക്കാം? ശബ്ദോർജമാക്കാം, ശബ്ദ ഊർജമാക്കി മാറ്റാം. പ്രകാശോർജത്തെ നമുക്ക് എന്താക്കി മാറ്റാം? മറ്റൊരു തരത്തിലുള്ള താപോർജമാക്കി മാറ്റാം. അപ്പോൾ മിക്സിയും മോട്ടറും പ്രവർത്തിക്കാൻ വൈദ്യുതോർജമാണ് നാം ഉപയോഗിക്കുന്നത്. പൂത്തിരി കത്തുന്നതിനും മോട്ടോർ സൈക്കിൾ പ്രവർത്തിക്കുന്നതിനും നമുക്ക് ഏത് ഊർജമാണ് വേണ്ടത്? മോട്ടോർ സൈക്കിൾ പ്രവർത്തിക്കാൻ നമുക്ക് ഇന്ധനം ഉപയോഗിച്ചാണ് നമ്മൾ അത് കത്തിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ താപോർജം വർക്ക് ചെയ്യും. പൂത്തിരി കത്തുമ്പോഴും താപോർജമാണ്. സോ
ഇങ്ങനെ ഊർജങ്ങൾക്ക് പലതരത്തിലുള്ള ഉപയോഗമുണ്ട്. സോ നമുക്ക് പ്രധാനപ്പെട്ട യാന്ത്രികോർജം, രാസോർജം എന്ന ടോപ്പിക്കിലേക്ക് വരാം. വൈദ്യുതോർജമോ ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഉണ്ടാവുന്ന ഊർജമോ എൻജിൻ പ്രവർത്തിക്കുന്നതിനും അതുവഴി യന്ത്രഭാഗങ്ങൾ ചലിക്കുന്നതിനും കാരണമാകുന്നു. യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെയുള്ള യാന്ത്രികോർജമാണ് വാഹനങ്ങളെ ചലിപ്പിക്കുന്നത്. അപ്പോൾ മോട്ടോർ സൈക്കിളിലും എന്തുണ്ട്? യാന്ത്രികോർജമുണ്ട്. കാരണം മെഷീൻ ഉണ്ടല്ലോ. അപ്പോൾ മെഷീനറീസ് ഉള്ളതെല്ലാം ചലിപ്പിക്കാൻ യാന്ത്രികോർജം വേണം, പഠിച്ചു വെക്കുക. ഇനി രാസോർജം അഥവാ കെമിക്കൽ എനർജി. പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജമാണ് രാസോർജം. പദാർത്ഥങ്ങളിലെല്ലാം രാസോർജമുണ്ട്. പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഊർജ്ജങ്ങൾ പഠിച്ചു വെക്കുക. സൂര്യപ്രകാശമാണ് ഏറ്റുവാങ്ങുന്നത്, അപ്പോൾ അവിടെ സൗരോർജം വരുന്നു. സൗരോർജത്തെ രാസപ്രവർത്തനങ്ങൾ വഴി രാസോർജമാക്കി മാറ്റുന്നു, അല്ലെ? സ്റ്റാർച്ചൊക്കെ ആക്കി മാറ്റുന്നു. നമ്മൾ ലൈഫ് സയൻസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലൈഫ് സയൻസും കെമിസ്ട്രിയൊക്കെ നമ്മൾ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഐ ബട്ടണിലൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ചാനലിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ പിന്തുണ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് പുതിയ പുതിയ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിൽ എത്തിപ്പെടാനുള്ള പരമാവധി സപ്പോർട്ട് നമ്മളും തരും. നിങ്ങളും വിൻസ്പയർ എന്ന ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ പറയുന്നത് പ്രകാശ സംശ്ലേഷണം വഴി സസ്യങ്ങൾ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ഇങ്ങനെ സംഭരിക്കുന്ന രാസോർജം ആഹാര പദാർത്ഥങ്ങളിലൂടെ ജീവികളിൽ എത്തുന്നു. അപ്പോൾ നമ്മളിലെല്ലാം എന്തുണ്ട്? രാസോർജമുണ്ട്. ഈ ആഹാരത്തിലൂടെ രാസോർജമാണ് എത്തുന്നത്. വിറക് കത്തുമ്പോൾ ലഭിക്കുന്നത് സസ്യഭാഗങ്ങളിൽ സംഭരിക്കപ്പെട്ട രാസോർജമാണ്. അപ്പോൾ വിറക് കത്തുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? രാസോർജം അതിനകത്ത് വരുന്നുണ്ട്. സോ എല്ലാ വസ്തുക്കളിലും എന്തുണ്ട്? രാസോർജമുണ്ട്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും രാസോർജമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇവിടെ കണ്ടില്ലേ, വിറക് കത്തുമ്പോൾ അതിനകത്ത് രാസോർജമുണ്ട്. പശു ഇവിടെ പുല്ല് തിന്നുകയാണ്, രാസോർജം കിട്ടുന്നുണ്ട്. ഇവരെല്ലാം ജോലി ചെയ്യുകയാണ്. ജോലി ചെയ്യുമ്പോഴെല്ലാം ഇവർക്ക് ആ എനർജി വേണ്ടി വരുന്നു. ഇതെല്ലാം ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ അവിടെ എല്ലാം രാസോർജമുണ്ട്. ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നു, അവനിലേക്ക് രാസോർജം എത്തുകയാണ്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും രാസോർജമുണ്ട്. ഇനി സോളാർ കാറും പെട്രോൾ കാറും ഉണ്ട്. ഞാൻ സൗരോർജം ഉപയോഗിച്ചാണ് ഓടുന്നത് എന്ന് സോളാർ കാർ പറയാണ്. അപ്പോൾ പെട്രോൾ വണ്ടി പറയാണ് ഞാനും. പെട്രോൾ ഡീസൽ വാഹനങ്ങൾ എങ്ങനെയാണ് ഊർജത്തിന് സൂര്യനെ ആശ്രയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോസിൽ ഇന്ധനങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഫോസിൽ ഇന്ധനം ഉണ്ടാകാൻ ഒരുപാട് പ്രക്രിയകൾ വേണ്ടി വരുന്നു. അപ്പോൾ സൂര്യപ്രകാശത്തിൽ രാസോർജങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫോസിലുകളും മറ്റും കുറേ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ജീർണിച്ചാണ് എന്തുണ്ടാകുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഫോസിൽ ഇന്ധനങ്ങളും ഒരു കണക്കിന് സൗരോർജത്തെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. then എത്ര മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബൾബ് പ്രകാശിക്കുന്ന സമയത്ത് അവിടെ എന്തൊക്കെ വരുന്നു? വൈദ്യുതോർജം പ്രവർത്തിക്കുന്നു. അതിൽ നിന്നും പ്രകാശവും താപവും വരുന്നു. വെള്ളം എടുക്കുന്നതിനായി മോട്ടോർ പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ എന്താണ് പ്രവർത്തിക്കുന്നത്? യാന്ത്രികോർജമാണ്, അല്ലെ? യാന്ത്രികോർജം. അവിടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു? ശബ്ദോർജവും കിട്ടുന്നു, പിന്നെ വെള്ളവും കിട്ടുന്നു, അല്ലെ? അങ്ങനെ തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്ന സമയത്ത് അവിടെ പ്രവർത്തിക്കുന്നത് രാസോർജമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? ദെൻ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് പ്രകാശവും പ്രകാശവും കിട്ടുന്നു. മിക്സി പ്രവർത്തിക്കുന്ന സമയത്ത് വൈദ്യുതോർജമാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നമുക്ക് ശബ്ദവും കിട്ടുന്നു, യാന്ത്രികോർജവും കിട്ടുന്നു. റേഡിയോയിൽ വാർത്ത കേൾക്കുന്ന സമയത്ത് അവിടെ വൈദ്യുതോർജത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാസോർജം, ബാറ്ററി ആണെങ്കിൽ രാസോർജത്തിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് അതിൽ നിന്നും ശബ്ദം കിട്ടുന്നു, അല്ലെ? പിന്നെ താപവും ഉണ്ടാവും, അല്ലെ? ചെറിയൊരു ചൂടും ഉണ്ടാവും. സോ നമ്മുടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഊർജം വരുന്നുണ്ട്. ഇത് ബേസ് ആണ് കേട്ടോ. ഇതിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഹയർ ലെവലിൽ പോകുമ്പോൾ കുറച്ച് വലിയ ഫാക്റ്റുകൾ പഠിക്കും. അപ്പോൾ അവിടെ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ആ ഫാക്റ്റുകൾ പഠിക്കാൻ എളുപ്പമാണ്. ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നടത്തുന്ന വിവിധ പ്രവർത്തികൾ നിങ്ങൾക്കറിയാമല്ലോ. ഓരോ പ്രവൃത്തിയിലും ഉപയോഗിക്കുന്ന ഊർജ്ജരൂപങ്ങളും ഉണ്ടാകുന്ന ഊർജ്ജരൂപങ്ങളും ഇവയിൽ നടക്കുന്ന ഊർജ്ജമാറ്റങ്ങളും താഴെ കാണുന്ന ആശയ ചിത്രീകരണത്തിൽ രേഖപ്പെടുത്തൂ. ഉപയോഗിക്കാതെ പോകുന്ന ഊർജ്ജരൂപങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തൂ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഒരു വലിയൊരു ഗ്രാഫാണ്. ഞാനത് ഇവിടെ എല്ലാം എഴുതി ഫില്ല് ചെയ്യാൻ കഴിയില്ല. ഞാൻ തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാണ്. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലൂടെ
നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ തരാം. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ ആക്റ്റീവ് ആകാതെ കിടക്കുന്നത്. സോ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ എല്ലാ സൊല്യൂഷൻസ് കൊടുക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓരോ സന്ദർഭങ്ങളിലും ഏത് ഊർജ്ജ മാറ്റത്തിന് വിധേയമാകുന്നു, ഏതെല്ലാം ഊർജ്ജ രൂപങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടെത്താൻ പറഞ്ഞു. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിത്രം 1, 2, 3. ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഇവിടെ താപോർജ്ജമാണ്, ഇവിടെ പ്രകാശോർജ്ജമാണ് അല്ലെ. ഇവിടെയും പ്രകാശോർജ്ജമാണ് ഉണ്ടാകുന്നത്. പ്രകാശോർജ്ജം ഉപയോഗമില്ലാത്ത സന്ദർഭം ഏത്? ഇവിടെ നമുക്ക് പ്രകാശം വേണം, ഇവിടെ പ്രകാശം, ഇവിടെയും പ്രകാശം വേണം, ഇവിടെ പ്രകാശം ആവശ്യമില്ല, നമുക്ക് താപം കിട്ടിയാൽ മതി. ശബ്ദോർജ്ജം ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് ശബ്ദമാണ് വേണ്ടത് അല്ലെ. ദെൻ ഏത് സന്ദർഭത്തിലാണ് താപം? താപം ഈ സന്ദർഭത്തിലാണ് വേണ്ടത്. മനസ്സിലായോ? ഇതൊക്കെ ഈ ഒരു ഊർജ്ജമാറ്റം കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാകുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഐസ് ഉരുകുന്ന സമയത്ത് എന്തൊക്കെ നടക്കും? നമ്മൾ ജോഗ്രഫിയിൽ ഐസ് ഉരുകുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. നമ്മളെ കണ്ടൻസേഷൻ, ഘനീഭവനവുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വേൾഡ് ജോഗ്രഫിയുടെ ക്ലാസ് കേട്ടിട്ടില്ലാത്തവർ അതുകൂടി കേൾക്കുക. അപ്പൊ ഐസ് കട്ടകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ ബീക്കറിലെടുത്ത് ചൂടാക്കും. എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും? ഐസ് ഉരുകും. ഐസ് ഉരുകി വെള്ളമായിട്ട് മാറും. അപ്പൊ മാറ്റങ്ങൾ വിധേയമാകാൻ ഐസ് ഏത് ഊർജ്ജമാണ് ഇവിടെ സ്വീകരിച്ചത്? താപോർജ്ജമാണ് അല്ലെ. താപമേറ്റല്ലേ ഇത് ഉരുകുന്നത്. ഐസ് ഉരുകി ലഭിച്ച ജലം വീണ്ടും ചൂടാക്കൂ. അപ്പോൾ എന്ത് പറ്റും? വീണ്ടും ചൂടാക്കുമ്പോൾ അത് നീരാവിയായിട്ട് മാറും. നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റാൻ ഇതിനായി ഈ പരീക്ഷണത്തിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? നീരാവിയെ വീണ്ടും ജലമാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് തണുപ്പിക്കൂ അല്ലേ. നീരാവി ആ ഒരു ചൂട് പോയി കഴിഞ്ഞാൽ വീണ്ടും അത് വെള്ളമായിട്ട് മാറുന്നു. ഓക്കെ അല്ലേ. ആ ഒരു പരീക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് അത് പിടികിട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഐസ് താപോർജ്ജം സ്വീകരിച്ച് ദ്രാവകാവസ്ഥയിലുള്ള ജലമായി മാറുന്നു. ജലം വീണ്ടും താപോർജ്ജം സ്വീകരിച്ച് വാതകാവസ്ഥയിലെ നീരാവിയായിട്ട് മാറുന്നു. നീരാവി അവിടെ താപോർജ്ജം അഥവാ ചൂട് പോയി കഴിഞ്ഞാൽ നീരാവി എന്താകും? തിരിച്ച് ജലമായിട്ട് മാറുന്നു. അപ്പൊ താപോർജ്ജം നഷ്ടപ്പെടുമ്പോൾ ഐസ് ആയും മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ അവസ്ഥാമാറ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വസ്തുക്കൾക്ക് മതിയായ അളവിൽ താപോർജ്ജം സ്വീകരിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന സമയത്ത് അവസ്ഥാമാറ്റം ഉണ്ടാകും അല്ലെ. വസ്തുവിൽ അവസ്ഥാമാറ്റം. ഇപ്പൊ ഐസ് വെള്ളമായി മാറുന്നത് ചൂട് കിട്ടുമ്പോഴാണ് അല്ലെ. ഇനി നേരെ വെള്ളം നീരാവിയാകുന്നതും വീണ്ടും ചൂട് കൂടുതൽ കൊടുക്കുമ്പോഴാണ്. ഇനി നീരാവി വെള്ളമായിട്ട് മാറുന്നത് അതിന്റെ ചൂട് കുറയുമ്പോഴാണ്. ചൂട് വീണ്ടും കുറയുന്ന സമയത്ത് വെള്ളം എന്തായി മാറുന്നു? ഐസായി മാറുന്നു. അപ്പൊ താപോർജ്ജം കിട്ടുന്നതും അത് തിരിച്ചെടുക്കുന്നതും അനുസരിച്ച് അവസ്ഥാമാറ്റം വരുന്നത് കണ്ടില്ലേ. ഇതേപോലെയാണ് മിക്ക സന്ദർഭങ്ങളിലും. താപോർജ്ജം സ്വീകരിച്ച് ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് വാതകാവസ്ഥയിലേക്കും മാറുന്നു. ഊർജം പുറത്തുവിട്ട് വാതകാവസ്ഥയിലേക്ക് വസ്തുക്കൾ ദ്രാവകാവസ്ഥയിലേക്കും തുടർന്ന് ഖരാവസ്ഥയിലേക്കും മാറുന്നു. ഇവിടെ കണ്ടില്ലേ, ഐസ് താപം സ്വീകരിക്കുന്നു. ഐസ് കട്ട താപം സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കുന്നു? ഐസ് കട്ട വെള്ളമാകും അല്ലെ. ഇവിടെ വെള്ളമാകുന്നു. വെള്ളമായതിനു ശേഷം വീണ്ടും താപം സ്വീകരിച്ചാൽ എന്താകും? വീണ്ടും താപം സ്വീകരിച്ചാൽ അത് നീരാവിയായിട്ട് മാറുന്നു. നീരാവിയുടെ താപം പുറത്തു വിട്ട് കഴിഞ്ഞാൽ അത് വെള്ളമായി മാറുന്നു. വീണ്ടും താപം പുറത്തു വിട്ട് കഴിഞ്ഞാൽ ഐസ് കട്ടയായിട്ട് മാറുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഐസ് പാവ നിർമ്മിക്കാം എന്നൊക്കെ പറഞ്ഞ് കുട്ടികളോട് രസകരമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ദെൻ നമുക്ക് നിത്യജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും രൂപമാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഉറച്ച നെയ്യ് ചൂടാക്കിയാൽ എന്ത് ചെയ്യും? നെയ്യ് ഉരുകും, ഫ്ലൂയിഡായി മാറും അല്ലെ. പച്ചക്കറി മുറിക്കുന്നു, അപ്പൊ അത് ചെറിയ കഷ്ണങ്ങളാകുന്നു അല്ലെ. PVC പൈപ്പ് ചൂടാക്കിയാൽ എന്ത് ചെയ്യും? പൈപ്പ് എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. മെഴുക് ചൂടാക്കുന്ന സമയത്ത് മെഴുക് ഉരുകുന്നു. പേപ്പർ കീറുന്ന സമയത്ത് പേപ്പർ ചെറിയ കഷ്ണങ്ങളാകുന്നു. കുപ്പി പൊട്ടുന്ന സമയത്ത് കുപ്പിച്ചിലുണ്ടാകുന്നു അല്ലെ, ചെറിയ കഷ്ണങ്ങളാകുന്നു. അരക്ക് അല്ലെ, അരക്ക് ചൂടാക്കുന്നു. അരക്ക് ചൂടാക്കുമ്പോൾ എന്തായിരുന്നു? അരക്ക് ഉരുകുന്നു. പേപ്പർ ചുരുട്ടുന്ന സമയത്ത് അതിന്റെ ആകൃതി മാറുന്നു. അപ്പോൾ വിവിധ പ്രവർത്തനത്തിലൂടെ ഓരോ കാര്യങ്ങളുടെയും അവസ്ഥ മാറുന്നത് കണ്ടില്ലേ. സോ പട്ടിക അപഗ്രഥിച്ച് ഇത്തരം മാറ്റങ്ങളുടെ സവിശേഷതകൾ നമുക്ക് കണ്ടെത്താം. ഇതിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ടോ? അവസ്ഥയിലുള്ള മാറ്റങ്ങൾ ഏതെല്ലാമാണ്? ആകൃതിയിൽ മാറ്റം ഏത്, വലിപ്പത്തിൽ മാറ്റം ഏത് എന്നൊക്കെ പല ചോദ്യവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഉറച്ച നെയ്യ് ചൂടാക്കുന്നു, അപ്പൊ എന്ത് ചെയ്യുന്നു? അതിന്റെ രൂപം മാറുന്നു. പച്ചക്കറി മുറിക്കുമ്പോൾ രൂപം മാറുന്നു. PVC പൈപ്പ് ചൂടാക്കുന്നു, രൂപം മാറുന്നു. മെഴുക് ചൂടാക്കുന്നു, ഉരുകുന്നു, രൂപം മാറുന്നു. പേപ്പർ കീറുന്നു, അപ്പോഴെല്ലാം രൂപം മാറുകയാണ്. ഇവിടെ എല്ലാം രൂപവും ആകൃതിയും മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രൂപവും ആകൃതിയും മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സോ അവസ്ഥ
ആകൃതി, വലിപ്പം എന്നീ ഭൗതിക ഗുണങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ നമ്മൾ പറയുന്ന പേര് ഭൗതിക മാറ്റങ്ങൾ എന്നാണ്. കേട്ടോ, ഭൗതിക മാറ്റങ്ങൾ എന്നാണ്. അവസ്ഥയിലും ആകൃതിയിലും വലിപ്പത്തിലും. അത് പുതിയൊരു വസ്തു ആകുന്നില്ല, മറിച്ച് അതിന്റെ ആകൃതിയും അതിന്റെ അവസ്ഥയും ചേഞ്ച് ആകുന്നു എന്നുള്ളൂ. ഇതിനെ നമ്മൾ ഭൗതിക മാറ്റം, ഫിസിക്കൽ ചേഞ്ചസ് എന്നാണ് പറയുന്നത്. വികസിക്കുന്നതും ഉരുകുന്നതും പൊട്ടുന്നതും കീറുന്നതും എല്ലാം ഭൗതിക മാറ്റങ്ങളാണ്. ഭൗതിക മാറ്റങ്ങൾക്ക് മൂലം പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവില്ല. ഇവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവില്ല. അതിൽ രാസമാറ്റം വന്നാലേ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നമുക്ക് അതിലേക്ക് വരാം. സോ നമുക്ക് ആദ്യം ഭൗതിക മാറ്റം നോക്കാം. സ്ഥിരമായ മാറ്റം. എല്ലാ മാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളാണോ? എല്ലാം അങ്ങനെ അല്ല. സ്പൂണിൽ അല്പം പഞ്ചസാര എടുത്ത് ഉരുക്കുന്നത് വരെ ചൂടാക്കൂ. അപ്പൊ എന്തുണ്ടാവും? പഞ്ചസാര ലായനിയാകും അല്ലെ. വീണ്ടും ചൂടാക്കിയാൽ നിറം മാറുന്നു. തണുത്ത ശേഷം രുചി പരിശോധിക്കുമ്പോൾ രുചി മാറുന്നു. സ്പൂണിൽ അവശേഷിക്കുന്ന പദാർത്ഥത്തിന് പഞ്ചസാരയുടെ ഗുണങ്ങളുണ്ടോ? സ്പൂണിൽ അവശേഷിക്കുന്ന പദാർത്ഥത്തിന് പഞ്ചസാരയുടെ ഗുണങ്ങൾ ഉണ്ടാകുമോ? മെഴുക് ചൂടാക്കുമ്പോഴും പഞ്ചസാര ചൂടാക്കിയപ്പോഴും ഉണ്ടായ മാറ്റങ്ങളിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? മെഴുക് ചൂടാക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? മെഴുക് ചൂടായി അടുത്ത മെഴുക് കട്ടയായിട്ട് ഒഴുകി വരികയാണ്. പഞ്ചസാര ചൂടാക്കുന്ന സമയത്ത് അവിടെ പഞ്ചസാര ലായനിയായിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ മെഴുക് ചൂടാക്കുമ്പോൾ മെഴുക് താപം സ്വീകരിക്കുന്നു, പഞ്ചസാരയും താപം സ്വീകരിക്കുന്നു. ദെൻ മെഴുക് ചൂടാക്കുമ്പോൾ മെഴുക് ഉരുകുന്നു, പഞ്ചസാരയും ഉരുകുന്നു. മെഴുകിന് നിറം മാറുന്നോ? നിറം മാറുന്നില്ല. ഇവിടെ നിറം മാറുന്നു. ഇവിടെ പുതിയ പദാർത്ഥം ഉണ്ടാവുന്നില്ല. പഞ്ചസാര ചൂടാക്കുന്ന സമയത്ത് പഞ്ചസാര ലായനി എന്ന പുതിയ പദാർത്ഥമായിട്ട് മാറുന്നു. സോ പദാർത്ഥങ്ങൾ ഊർജം സ്വീകരിക്കുകയോ പുറത്തുവിടുകയോ ചെയ്ത് പുതിയ പദാർത്ഥങ്ങളായി മാറുന്ന പ്രവർത്തനങ്ങളാണ് രാസമാറ്റങ്ങൾ അഥവാ സ്ഥിരമാറ്റം. അപ്പൊ രാസമാറ്റം സ്ഥിരമാറ്റമാണ്. പദാർത്ഥ മാറ്റം എന്ന് പറയുമ്പോൾ ഭൗതിക മാറ്റം എന്നാകുമ്പോൾ അത് സ്ഥിരമാറ്റമല്ല. രാസമാറ്റം സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്. അവിടെ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു. ഭൗതിക മാറ്റത്തില് പുതിയ പദാർത്ഥം ഉണ്ടാകുന്നില്ല. രൂപമോ ആകൃതിയോ വ്യത്യാസം വരുന്നേ ഉള്ളൂ. അപ്പോൾ രാസമാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനുഷ്യ ശരീരത്തിലും പ്രകൃതിയിലും നിത്യേന ഒട്ടേറെ രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട്. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതാനൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ചോറ് അല്പനേരം നന്നായി ചവയ്ക്കുമ്പോൾ മധുരം അനുഭവപ്പെടുന്നു. അവിടെ രാസമാറ്റമാണ്. ചോറ് ചവയ്ക്കുന്ന സമയത്ത് അത് സ്റ്റാർച്ചായിട്ട് മാറുകയാണ്. എക്സ്റേ എടുക്കുമ്പോൾ ഫിലിമിന്റെ നിറം മാറുന്നു. രാസമാറ്റമാണ്. പിന്നെ നമുക്ക് തിരിച്ച് എക്സ്റേ ആക്കാൻ കഴിയോ? ഇല്ലല്ലോ. വസ്ത്രങ്ങൾ വെയിലേറ്റ് നിറം മങ്ങുന്നു. നിറം മങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും പഴയ നിറത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വേറെ നിറം മുക്കണം, പുതുതായിട്ടുണ്ടെന്ന് നിറം മുക്കണം അല്ലെ. ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുക്കുന്നത് രാസമാറ്റമാണ്. മാങ്ങ പഴുക്കുന്നത് രാസമാറ്റമാണ്. ഇതെല്ലാം പഠിച്ചു വെക്കുക. PSC പ്രസ്താവന രൂപത്തിൽ ചോദിച്ചിട്ടുണ്ട്. പഴുത്ത മാങ്ങ പിന്നെ ആക്കാൻ കഴിയില്ലല്ലോ. സോ ഈ ചിത്രത്തിൽ നോക്കിയിട്ട് എന്തൊക്കെ ഭൗതിക മാറ്റങ്ങളാണ് ഉള്ളത്, രാസമാറ്റങ്ങളാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ പറയുന്നുണ്ട്. ഭൗതിക മാറ്റം, രാസമാറ്റം ഏതൊക്കെ എന്ന് നോക്കാൻ പറയുന്നുണ്ട്. അപ്പൊ വെള്ളം ചൂടാവുന്നതും നീരാവിയാകുന്നതും ഒക്കെ ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണോ? രാസമാറ്റങ്ങളായിരിക്കും അല്ലെ. ഇവിടെ നിറം മങ്ങുന്നതൊക്കെ രാസമാറ്റമാണ്. പാറ പൊടിയുന്നതൊക്കെ ഭൗതിക മാറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരുപാട് രാസമാറ്റങ്ങളും ഭൗതിക മാറ്റങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അപ്പൊ നമ്മൾ ഇന്ന് ആകെ കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത് അല്ലേ. വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഇത് 6ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തുടർന്ന് വലിയ വലിയ ടോപ്പിക്സിലേക്ക് പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. സോ ഞാൻ കൂടുതൽ ക്ലാസ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. വിവിധ ഊർജ്ജ രൂപങ്ങൾക്കും അവ ഉപയോഗിക്കുന്ന ജീവിത സന്ദർഭങ്ങൾക്കും ഉദാഹരണങ്ങൾ കണ്ടെത്താൻ ഇതിലൂടെ നമുക്ക് കഴിഞ്ഞു. വിവിധ സന്ദർഭങ്ങളിൽ നടക്കുന്ന ഊർജ്ജമാറ്റങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നു. പദാർത്ഥങ്ങളുടെ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അവസ്ഥാമാറ്റത്തിന് കാരണമാകുന്നു എന്ന് നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ട് ഈ പാഠത്ത് നിങ്ങൾക്ക് കിട്ടേണ്ടത് രാസമാറ്റവും ഭൗതിക മാറ്റവും എന്ന ആശയം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി മെഴുക്, ഐസ് തുടങ്ങിയ ഉപയോഗിച്ച് ആ വസ്തുക്കൾ നിർമ്മിക്കാൻ അത് കുട്ടികൾക്ക് വേണ്ടതാണ്. അത് നമുക്ക് ആവശ്യമില്ല. ഇനി ഊർജ്ജമാറ്റവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാനും കഴിയുന്നു. സോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും വിജയാശംസകൾ. നന്ദി.